അളവിലധികമായി പകരപ്പെടുന്ന ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി കൊതിച്ച ഭക്തന്മാരായിരുന്നു ഏലിയാവും ഏലീഷായും. ഏലിയാവ് എന്ന് പറയുന്ന ശക്തനായ പ്രവാചകന്റെയും വിജയരഹസ്യവും അതുതന്നെയായിരുന്നു. യഹോവയുടെ ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. യഹോവയുടെ ആത്മാവ് അവനെ എടുത്തു കൊണ്ടുപോകുന്നു എന്ന് മറ്റുള്ളവർ പറയുമാറ് അവനിൽ വെളിപ്പെട്ട ആത്മശക്തി ഏവർക്കും ദൃശ്യമായിരുന്നു. പിന്മാറിപ്പോയ ഒരു ജനതയെ ഒന്നാകെ മടക്കിക്കൊണ്ടുവരുവാനും രാജാവിന്റെ തെറ്റുകളെ സധൈര്യം ചൂണ്ടിക്കാണിക്കുവാനും പ്രാർത്ഥിച്ച് യാഗപീഠത്തിന്മേൽ തീയിറക്കുവാനും ബാലിന്റെയും അശേരയുടെയും കള്ളപ്രവാചകന്മാരെ നിശേഷം ഇല്ലാതാക്കുവാനും അനേകം പ്രവാചക ശിഷ്യന്മാരെ വാർത്തെടുക്കുവാനും സാധിച്ചതിന്റെ കാരണം ആത്മാവിന്റെ വലിയ അഭിഷേകം അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അഭിഷേകമുള്ളവൻ വ്യത്യസ്തനായിരിക്കും. അഭിഷേകമുള്ളവനെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം മാനിച്ച് ഉന്നതമാക്കി നിർത്തും. ഏലിയാവിൽ വസിച്ചിരുന്ന യഹോവയുടെ ആത്മാവ് ഏലീഷായിൽ വസിക്കുന്നു എന്ന് പ്രവാചക ശിഷ്യന്മാർ തന്നെ സാക്ഷ്യം പറഞ്ഞു. ഏലീഷ അവസാനമായി ചോദിച്ചതും അതുതന്നെയാണ്, ഏലിയാവിൽ വസിക്കുന്ന ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഈ കാലത്തും നമുക്ക് ആവശ്യം അതുതന്നെയാണ് പ്രിയമുള്ളവരെ. ദൈവാത്മാവിന്റെ അനവധി ഇരട്ടി പങ്ക് നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഏലീഷ അതിനായി ആഗ്രഹിച്ചു, അതിനായി വില നൽകി, അത് പ്രാപിക്കുവോളം പിന്തുടർന്നു. നമ്മുടെ യജമാനനായ ക്രിസ്തു ആത്മാവിനെ അളവുകൂടാതെ പകരുന്നവനത്രേ. സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അത് പ്രാപിക്കുവോളം നമുക്കും പിന്തുടരാം, ദൈവസന്നിധിയിൽ ആഗ്രഹിക്കാം, ആത്മാവിന്റെ ഇരട്ടി പങ്കിനായി കാത്തിരിക്കുകയും ഈ തലമുറയിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കൊത്തവണ്ണം ശുശ്രൂഷ ചെയ്തും ഇങ്ങനെ എല്ലാറ്റിലും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വസിക്കേണ്ടതിനും പകരപ്പെടുന്ന അഭിഷേകത്തിൽ നിലയുറച്ച് ശുശ്രൂഷ ചെയ്യുവാനും ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ.